തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്തായാലും ഇത്തവണയും ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളോടൊപ്പം ജോസ് കെ മാണി തന്നെ ചേരുന്നുണ്ട്. എന്താണ് ഇത്തവണത്തെ സ്ട്രാറ്റജി? കൂടുതൽ സീറ്റുകൾ ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ശക്തമായിട്ടുള്ളൊരു മത്സരത്തിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. കഴിഞ്ഞ ഒരു 1.5 മാസം 2 മാസമായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോട്ടയം ജില്ലയിൽ മാത്രമല്ല, 14 ജില്ലകളിലും അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നു. LDF ആയിട്ടും അത് CPM ആയിട്ടും ഉള്ള ചർച്ചകൾ നടന്നു വരികയാണ്. ഏതാണ്ട് ഒരു 80% ഉള്ള ചർച്ചകൾ പൂർത്തിയാക്കി, 20% ബാക്കി പൂർത്തിയാക്കാനുണ്ട്. പിന്നെ അഡീഷണൽ സീറ്റുകൾ എല്ലായിടത്തും മിക്കവാറും ഒരു 99% പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ സാന്നിധ്യമുള്ള ആ പ്രദേശങ്ങൾ കൂടുതൽ തരണമെന്ന് ആവശ്യപ്പെടുകയും അത് കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഇവിടെ ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നീക്കുപോക്കുകളുടെ ഒരു അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഏതൊക്കെയാലും വലിയൊരു പ്രതീക്ഷയിലാണ് LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്ന. ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ ഈ മുറ്റത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ് പാലാ മുനിസിപ്പാലിറ്റിയിലെ ഒരു പാർട്ടിയിലേക്ക് ലീലാമ ചേച്ചി, അവർ പാർട്ടിയിലേക്കും കുടുംബവും എല്ലാവരും പാർട്ടിയിലേക്ക്, കേരള കോൺഗ്രസ് കുടുംബത്തിലേക്ക്, ഈ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ വളരെയധികം ആളുകൾ വളരെ പ്രതീക്ഷിച്ച് എല്ലാ പ്രദേശങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ശ്രദ്ധ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് നിന്ന് പോരാടി നമുക്ക് ഏറ്റവും കൂടുതൽ ഭരണം, ത്രിതല പഞ്ചായത്ത് മേഖലകൾ ഭരണം ഉറപ്പാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ LDFിലേക്ക് വന്നതിന് ശേഷം പാലാ നഗരസഭയടക്കം കയ്യിലേക്ക് വരുന്ന ഒരു കാഴ്ച കണ്ടു. ഇത്തവണ കുറച്ചും കൂടി ഇപ്പോൾ 5 വർഷം ഒരുമിച്ച് LDFിലെ CPM ഒക്കെ ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു ശക്തി കൂടി ഉണ്ടല്ലോ. കഴിഞ്ഞ തവണ പെട്ടെന്നുള്ളൊരു വരവായിരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുമ്പോൾ താഴെത്തട്ടിൽ അണികൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്ന്, LDF ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. അല്ല, തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം മുന്നണിയിലേക്ക് വരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആ മുഹൂർത്തത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നീക്കുപോക്കുകൾ നടത്തുവാനായിട്ട് പല സ്ഥലങ്ങളിലും പോരായ്മകളും ഉണ്ട്. അത് നമ്മൾ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യം നേരത്തെ തന്നെ ആ ചർച്ചകൾ നടത്തി അണികളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് അതിൻ്റെ വ്യത്യാസങ്ങൾ പല സ്ഥലങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് പ്രാദേശികമായ എത്രയോ ജനക്ഷേമ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അത് ക്ഷേമ പദ്ധതി ഉൾപ്പെടെയുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനം, അത് ഏറ്റവും അർഹതപ്പെട്ടവർക്കാണ്. അതിൽ പ്രധാനമായി പെൻഷനല്ല, ഇന്ന് 30 വയസ്സിനും 60 വയസ്സിനുള്ള സ്ത്രീകൾക്ക്, കുടുംബിനികൾക്ക്, മറ്റ് പെൻഷൻ ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന 1000 രൂപ, അതൊക്കെ ഒരു അല്പം ആശ്വാസമാണ്. അത് തീർച്ചയായും റബ്ബർ മേഖലയിലും നമുക്ക് ഇപ്പോൾ 200 രൂപയാക്കി, 150 ആക്കി. അത് കേരള കോൺഗ്രസും തന്നെ ഏറ്റവും കൂടുതൽ ഇടപെട്ട ഒരു വിഷയമാണ്. ഇന്ന് മലയോര പ്രദേശങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വന്യമൃഗ സംരക്ഷണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരുന്ന കാര്യത്തിൽ ചില നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ അത് കർഷകർക്ക് ദോഷകരമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റിവെക്കുകയും അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുകയും ചെയ്തു. നമുക്കറിയാം വിവാദങ്ങളൊക്കെ എങ്ങനെയാണ്. ഇപ്പോൾ PM ശ്രീ ഒരു വലിയ ചർച്ചയായി. അതുപോലെ തന്നെ ശബരിമല വിഷയങ്ങളുണ്ട്. ഇങ്ങനെ ചില വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു കാര്യമുള്ളത്, എപ്പോഴും ഒരു സ്കീമുമായി, പദ്ധതിയുമായി, കേന്ദ്രവുമായി ബന്ധപ്പെട്ട്, സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു വികസന പദ്ധതി അല്ലെങ്കിൽ ഒരു സ്കീമുമായി ബന്ധപ്പെട്ട് അതിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാകണമല്ലോ. ഒരു സിസ്റ്റത്തിനകത്ത് അഭിപ്രായങ്ങളില്ലെങ്കിൽ എന്താണ്, ഏകപക്ഷീയമായ കാര്യങ്ങൾ പോകും. അപ്പോൾ അഭിപ്രായങ്ങളുണ്ടായി. കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം വന്നു, CPIയുടെ അഭിപ്രായം വന്നു, CPMൻ്റെ അഭിപ്രായം വന്നു. പക്ഷേ ഇൻ ദി എൻഡ് ഓഫ് ദ ഡേ അവസാനം എങ്ങനെയാണ് അത് രൂപപ്പെട്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. ഒരുമിച്ച് നിന്ന് നമ്മൾ തീരുമാനമെടുത്തു, ആ തീരുമാനത്തോട് യോജിച്ച് എല്ലാവരും കയറി ഒരുമിച്ച് പോകുന്നു. അതാണല്ലോ. വിവാദങ്ങളെ ഏതെങ്കിലും തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ? ഇല്ല, ഞാൻ പറഞ്ഞത് വിവാദങ്ങൾ എപ്പോഴും, വിഷയങ്ങൾ എപ്പോഴും ഉണ്ടാക്കാം. പക്ഷെ അത് പരിഹരിക്കാൻ കഴിയുന്നു. ചില വിവാദങ്ങൾ, അതിൻ്റെ നടപടികൾ കൃത്യമായി സ്ട്രിക്റ്റായിട്ട് സർക്കാർ എടുത്തിട്ടുണ്ടോ, അതല്ലേ നോക്കേണ്ടത്. അത് എന്ത് വിവാദമാണെങ്കിലും അത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും അതിനകത്തൊരു ഷോർട്ട് കമ്മിങ് ഉണ്ട്, അതിനകത്ത് എന്തെങ്കിലും ഒരു പോരായ്മയുണ്ട്, കേരള കോൺഗ്രസ് കൂട്ടിക്കാണ്ടിട്ടുമുണ്ട്. അത് കൃത്യമാണ്. അതിനകത്ത് ഞങ്ങൾ ഭരണമുണ്ടോ ഭരണമില്ലയോ മുന്നണിയാണോ നോക്കുന്നില്ല. അതാണല്ലോ കറക്റ്റീവ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യമുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഐക്യത്തോടുകൂടി ഒരുമിച്ച് പോകുന്നു. ഈ കൂടുതൽ ആളുകൾ ഇനിയും വരാൻ സാധ്യതയുണ്ടോ? അല്ല, എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ
പെട്ടെന്നൊരു കോയിൻസിഡൻസ് നിങ്ങൾ വന്നപ്പോൾ അത് കണ്ടു. എല്ലാ ദിവസവും പലരും ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, കേരള കോൺഗ്രസിലേക്ക് കടന്നു വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് ഇടതുപക്ഷത്തിനോടും കേരള കോൺഗ്രസ് പാർട്ടിയോടുള്ള ഒരു വിശ്വാസം. വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. അല്ല, 101%. അത് മുനിസിപ്പാലിറ്റി ആണെങ്കിലും ജില്ലാ പഞ്ചായത്ത് നമ്മൾ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് കിട്ടി. ബ്ലോക്ക് ഡിവിഷൻ അല്ല, ബ്ലോക്ക് ഉള്ള പഞ്ചായത്ത് 11 ഇതിലുള്ളത്, ഡിവിഷൻസിലുള്ളത് നമുക്ക് 10 നമുക്ക് ലഭിക്കാൻ കഴിഞ്ഞു. അത് പഞ്ചായത്തിലെ ഏറ്റവും ഭൂരിപക്ഷം നമുക്ക് ഇടതുപക്ഷത്തിന് കിട്ടി. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ലഭിക്കും എന്നുള്ളതാണ്. അതിനുള്ള പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. എന്തായാലും അതാണ് വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. കൂടുതൽ ആളുകൾ മുന്നണിയിലേക്ക് പാർട്ടിയിലേക്ക് വരുന്നതും അവർക്ക് കൂടുതൽ കരുത്തു പകരുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻ വർഷത്തേക്കാൾ കൂടുതൽ സീറ്റ് വാങ്ങുമെന്ന് തന്നെയാണ്, വിജയിക്കുമെന്ന് തന്നെയാണ് ജോസ് കെ മാണി 24 പറഞ്ഞിട്ടുള്ളത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.